നമസ്കാരം സുഹൃത്തുക്കളെ. ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഇതൊരു രാഷ്ട്രീയപരമായിട്ട് ആരും കാണരുത്. ഞാൻ കേരളത്തിലെ രാഷ്ട്രീയക്കാരെ കുറ്റം പറയുന്നല്ല. ഒരു വ്യക്തി എന്ന രീതിയിൽ എൻ്റെ സങ്കടങ്ങളും എൻ്റെ സുഹൃത്തുക്കളുടെ സങ്കടങ്ങളും കണ്ടതുകൊണ്ട് മാത്രം ഈ വീഡിയോ ഇടുന്നതാണ്. മാക്സിമം ഈ വീഡിയോ അർഹതപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ കൈമ എത്തുന്നവരെ ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലിപ്പോൾ പല രീതിയിൽ ഒരാൾ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഈ ടൂറിസ്റ്റ് വണ്ടി എന്ന് പറഞ്ഞാൽ ഒരാൾ ആഗ്രഹത്തിൻ്റെ പുറത്തും ജീവിക്കാൻ വേണ്ടിയിട്ടും കടം മേടിച്ചിട്ടായിക്കോട്ടെ, ലോൺ എടുത്തിട്ടായിക്കോട്ടെ, വസ്തു വിറ്റിട്ടായിക്കോട്ടെ, ഈ ഒരു ഫീൽഡിൽ ഇറങ്ങിയിട്ട് കുറേ ആൾക്കാരുണ്ട്. അവർക്കിന്ന് നിലനിൽപ്പില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കേരളത്തിൽ ഇന്ന് ഒരു വേട്ടപ്പട്ടിനെ പോലെയാണ് കേരള MVD ആയിക്കോട്ടെ, പോലീസ് ആയിക്കോട്ടെ ഇതിനെ പിന്തുടർന്ന് വരുന്നത്. എന്തുകൊണ്ട് ഒരു ലക്ഷറി ടാക്സ് അടച്ചു ഓടുന്ന വണ്ടിക്ക് എന്തുകൊണ്ട് ഇവർ മാന്യമായിട്ടുള്ള രീതിയിൽ സർവീസ് നടത്താനുള്ള അനുമതി തരുന്നില്ല? ഇന്ത്യ എന്ന രാജ്യത്ത് ഈ കേരളത്തിൽ മാത്രമാണ് ഇത്രയും വലിയ പ്രശ്നങ്ങളുള്ളത്. കുറച്ചു മുമ്പൊരു ബസ് മറിഞ്ഞതിന് ശേഷം എല്ലാ വാഹനത്തിനും വൈറ്റ് കളറാക്കാൻ പറഞ്ഞു. എന്തിനീ വൈറ്റ് കളറാക്കണം? നമ്മൾ റോഡരികിൽ എത്രയോ പോസ്റ്റുകളുണ്ട്. ഈ പറയുന്ന മീഡിയക്കാർ ആ സമയത്ത് വളരെയധികം വാർത്തയാക്കിയ വിവാദമാക്കിയ ഒരു സംഭവമുണ്ട്. കേരളത്തിലെ ടൂറിസ്റ്റ് ബസ്സുകൾ കളർ കോഡ് അടിക്കുന്നുണ്ട്, ആക്സിഡൻ്റ് ആകുന്നത്, അങ്ങനെ ഇങ്ങനെ മറ്റേതെല്ലാം പറഞ്ഞ് കുറേ ഒരു വിവാദമായിട്ടുണ്ട്. ഈ പറയുന്ന ഈ മീഡിയക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ ഈ എന്തായിക്കോട്ടെ, ഇവരെ വലിയ വലിയ കട്ടൗട്ട് റോഡിൻ്റെ സൈഡിലുണ്ട്. ഇതിൽ ആർക്ക് കാണാൻ വെച്ചിട്ടാണ്? വീട്ടിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് കാണേണ്ടിയിട്ടാണോ? ഈ റോഡിലൂടെ പോകുന്ന ആൾക്കാർ കാണേണ്ടിയിട്ടായിരിക്കില്ലേ റോഡിൻ്റെ സൈഡിൽ വലിയ വലിയ കട്ടൗട്ടും കാര്യങ്ങളും വെച്ചത്? അപ്പോൾ അത് കണ്ടാൽ ശ്രദ്ധ മാറൂലേ? ഒരു ബസ്സിന് കളർ അടിച്ചു എന്ന് പറഞ്ഞിട്ട് അപകടങ്ങൾ വരുന്നു പറഞ്ഞാൽ അത്യാവശ്യം ഒരു കോമൺ സെൻസ് വേണ്ടേ ഈ പറയുന്ന വ്യക്തികൾക്കെല്ലാം? അതെല്ലാം പോട്ടെ, വൈറ്റ് കളർ അടിച്ചു. കാരണം വെച്ചാൽ എത്രയോ പ്രശ്നങ്ങൾ തരണം ചെയ്തിട്ടാണ് ഈ ഒരു മുമ്പോട്ടേക്ക് വന്നത്. ഒരു 6 വർഷത്തിനിടയിലേക്ക് ഈ ടൂറിസ്റ്റ് മേഖല അനുഭവിക്കാത്ത പ്രശ്നങ്ങളില്ല. ആദ്യം പ്രളയം വന്നു, നിപ്പ വന്നു, കോവിഡ് വന്നു. ഇതെല്ലാം തരണം ചെയ്തിട്ട് ഒന്ന് മുമ്പോട്ട് പോകുന്ന സമയത്താണ് നമ്മളെ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ റോഡിൽ നിന്നിട്ട് ഫൈനാണ്. നിങ്ങൾ പറയുന്നതിൽ കാര്യമുണ്ട്, അമിതമായിട്ട് ലൈറ്റും അമിതമായ സൗണ്ടും ഓക്കെയാണ്, എല്ലാം ആവശ്യത്തിന് വേണം. പക്ഷേ ഈ ആവശ്യത്തിന് വെക്കുന്ന സാധനത്തിന് ഒരു ഫൈനാണ്. ഒരു ടെമ്പോ ട്രാവലർ ഇന്ന് വരുന്ന ഹെഡ്ലൈറ്റ് രാത്രി കാലങ്ങളിൽ വെളിച്ചം ഉണ്ടാവില്ല. അത് ഓട്ടുന്ന ഡ്രൈവർമാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും, അത് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ കേരളത്തിലെ റോഡ് കുണ്ടും കുയ്യും നടന്ന റോഡാണ്. ചില ഇലക്ട്രിക് പോസ്റ്റ്, KCBൻ്റെ ഇലക്ട്രിക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ സൈഡിലുണ്ടാകും. ഇപ്പോൾ എതിരെ വരുന്ന വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ കാറിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ അത്രയും കണ്ണിനടിക്കുന്ന ഒരു പവറാണ്. എതിരെ വരുന്ന വാഹനത്തിനൊന്നും ഒന്ന് ഫ്രണ്ടിലോ ഒരു വ്യൂവും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഫ്രണ്ടിൽ ഫോഗ് ലാമ്പ് വെക്കുന്നുണ്ട്. അത് ഹെഡ്ലൈറ്റിൻ്റെ പവർ ഇല്ലാത്തത് കൊണ്ട് മാത്രം വെക്കുന്ന ഫോഗ് ലാമ്പാണ്. അതിന് വരെ ഈ ഉദ്യോഗസ്ഥന്മാർ ഫൈൻ ഇടുന്നുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കൂ. കാരണം നമ്മൾ ഉറക്കം കഴിഞ്ഞിട്ട് പരിചയമില്ലാത്ത റോഡിലൂടെ പോകുന്ന വ്യക്തികളാണ്. അപ്പോൾ നമ്മളെ സേഫ്റ്റിക്ക് നമ്മളെ ഫ്രണ്ടിലെ വ്യൂ കാണിട്ട് മാത്രം വെക്കുന്ന ഈ ഫോഗ് ലാമ്പ്, അതിന് വരെ ഫൈൻ ഇടുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. നിങ്ങളുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യണം. പക്ഷേങ്കിൽ അത് സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഒരിക്കലും ആവാൻ പാടില്ല. ഇന്ന് കളർ കോഡ് കൊണ്ടുവന്നിട്ടുണ്ട്. കുത്തക കമ്പനി മുതലാളിമാരായിക്കോട്ടെ, ഇതിനെ കൊണ്ട് പൈസനെ കൊണ്ട് കളിക്കാൻ പറ്റുന്ന ആൾക്കാരായിക്കോട്ടെ, കർണാടകത്തിലേക്ക് മാറ്റി കർണാടകത്തിൽ ഇപ്പം പാക്കേജ് ആക്കിയിട്ട് ഓടുന്നുണ്ട്. അപ്പോൾ സാധാരണക്കാർ, കേരളത്തിൽ ടാക്സ് അടക്കുന്ന സാധാരണക്കാരന് വിഡ്ഢികളായിട്ട് നിൽക്കുകയാണ്. ഇപ്പം വീണ്ടും വന്നിട്ടുണ്ട്, ഓൾ ഇന്ത്യ ടാക്സ് അടച്ചിട്ട് കളർ അടിച്ചിട്ട് വണ്ടി ഓടുന്നുണ്ട്. കേരളത്തിൽ തന്നെ ഇപ്പോൾ 1-2 വണ്ടികളുണ്ട്. 1-2 വണ്ടികൾ കേരളത്തിൽ ഓടുന്നുണ്ട് കളർ അടിച്ചിട്ട്, ഓൾ ഇന്ത്യ ടാക്സ് അടിച്ചിട്ട്. അപ്പോൾ ഈ വൈറ്റ് അടിച്ചിട്ട് ഓടുന്ന സാധാരണക്കാരൻ നമ്മൾ വിഡ്ഢികളാണോ? ഈ ഫൈൻ അടിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളും ജീവിക്കേണ്ടിട്ട് തന്നെയാണ് ഈ തൊഴിലേക്ക് വന്നത്. എത്രയോ ആൾക്കാർ അന്നാണിത്. നശിപ്പിക്കാൻ പെട്ടെന്ന് കഴിയും, പക്ഷെ ഇത് കൊണ്ടു നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഞാനിന്നിപ്പം പ്രവാസ ജീവിതത്തിൽ ഇല്ലത്. എൻ്റെ നാടും വീടും എൻ്റെ കുടുംബമെല്ലാം വിട്ടിട്ട് ഞാനിവിടെ വരാൻ കാരണം വെച്ചാൽ നമ്മളെ നാട്ടിൽ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ലാത്ത അവസ്ഥയാണ്. എന്തുകൊണ്ട് നമ്മൾ തൊഴിൽ തേടിയിട്ട് അന്യരാജ്യത്തേക്ക് വരുന്നത്?
നമ്മളെ നാട്ടിൽ എന്തെങ്കിലും സംരംഭം തുടങ്ങുന്നുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കേണ്ടിയിട്ടും അതിന്റെ അടിത്തറ വന്നിട്ടും കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, കുറെ ആൾക്കാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ജീവിതം ഒന്നേയുള്ളൂ. കേരളത്തിൽ ജീവിക്കണം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ജീവിക്കണം എന്ന എല്ലാ പ്രവാസികളുടെ ആഗ്രഹമുണ്ട്. ഒരുപാട് 10, 20, 30 കൊല്ലം പ്രവാസി ജീവിതം അനുഭവിച്ചിട്ട് നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോഴേക്ക് അത് നശിപ്പിച്ച് കളയാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും ഒരു ചർച്ചയെടുത്ത് ഒരു ടൂറിസ്റ്റ് വണ്ടിക്ക് ഒരു മിനിമം അത്യാവശ്യം ലൈറ്റുകളും അത്യാവശ്യം സൗണ്ട് സിസ്റ്റങ്ങളും കൊണ്ടുവരുന്ന രീതിയിൽ മുന്നോട്ട് വരണം. ഒരുപാട് വേണമെന്നില്ല, നോർമലായിട്ട് ഒരു വാഹനത്തിന് ഓടേണ്ട രീതിയിൽ സൗണ്ട് സിസ്റ്റം വേണം. ഒരു ടൂറിസ്റ്റ് വണ്ടി ഒരു നോർമൽ രീതിയിൽ, ഒരുപാട് രീതിയിൽ പുറമെ ലൈറ്റ് വെച്ചിട്ട് മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവമായിട്ട് മാറുന്ന രീതിയിൽ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഫൈൻ അടിച്ചോ. അതിന് നമ്മൾ യാതൊരു ഈ ടൂറിസത്തിനെ സ്നേഹിക്കുന്ന ആൾക്കാർ ഒരിക്കലും ഇതിന് എതിര് പറയൂല. അമൃതമായാലും അധികമായിക്കാൽ ദോഷം എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അമിതമായിട്ട് ലൈറ്റുകളോ അമിതമായിട്ടുള്ള ഗ്രാഫിക്സ് വർക്കോ അതിന് നിങ്ങൾ ഫൈൻ അടിച്ചോ, കുഴപ്പമില്ല. സാധാരണക്കാരൻ ജീവിക്കാൻ വേണ്ടിയിട്ട് 1, 2 ലൈറ്റ് വെച്ചിട്ട് ഓടുന്ന ആൾക്കാരെ ഈ ഗതികെട്ട സമയത്ത് നിങ്ങൾ ഉപദ്രവിക്കല്ല.